തൃക്കരിപ്പൂരിൽ റെയിൽവേ ഗേറ്റുകളിലെ മേൽപ്പാല നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 28-ന് മനുഷ്യച്ചങ്ങല തീർക്കും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതൃത്വത്തിലായിരിക്കും ജനകീയ സമരം. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. തൃക്കരിപ്പൂരിന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ കുരുക്കിയിടുന്ന റെയിൽവേ ഗേറ്റുകളിൽ വേഗത്തിൽ മേൽപ്പാല നിർമ്മാണം ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഏപ്രിൽ 28-ന് വൈകുന്നേരം 4 മണിക്ക് മനുഷ്യച്ചങ്ങല തീർക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലുള്ള ജനകീയ സംഘാടക സമിതി നേതൃത്വത്തിലായിരിക്കും സമരം. ബീരിച്ചേരി റെയിൽവേ ഗേറ്റ് പരിസരം മുതൽ വെള്ളാപ്പുറ റോഡ് റെയിൽവേ ഗേറ്റ് പരിസരം വരെയാണ് ജനകീയ മനുഷ്യച്ചങ്ങല സൃഷ്ടിക്കുക. 700-ൽ പരം വ്യാപാരികളും ഇവരുടെ കുടുംബാംഗങ്ങളും വിവിധ രാഷ്ട്രീയ സന്നദ്ധ യുവജന തൊഴിലാളി വനിതാ സംഘടനാ പ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ ആയിരങ്ങൾ മനുഷ്യച്ചങ്ങലയിൽ അണിചേരും. സമരത്തിന്റെ വിജയത്തിനായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിവിധ രാഷ്ട്രീയ സന്നദ്ധ സംഘടനാ പ്രതിനിധികളെ ഉൾപ്പെടുത്തി സംഘാടക സമിതിയും രൂപീകരിച്ചു. തൃക്കരിപ്പൂർ വ്യാപാര ഭവനിൽ ചേർന്ന യോഗം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രജീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂരിന്റെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു ജനകീയ സമിതി രൂപീകരിച്ചുകൊണ്ട് മേൽപ്പാലം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് കഴിഞ്ഞ പ്രസിഡന്റ് അവിച്ചയുടെ നേതൃത്വത്തിൽ അതിന് രൂപം നൽകുകയും അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. എല്ലാ രീതിയിലുള്ള പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും അത് നമുക്ക് അനുകൂലമായ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞത് നമ്മുടെ സ്കെച്ചൊക്കെ ഇതിന്റെ അതോറിറ്റിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ അതിന്റെ GAD അപ്രൂവൽ ഇതുവരെ ആയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് CH അബ്ദുൾ റഹീം അധ്യക്ഷനായി. സെക്രട്ടറി M അബ്ദുൾ റഷീദ്, AGC ബഷീർ, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, സന്ദീപ് വാര്യർ, M രാമചന്ദ്രൻ, VK ബാബ, TV ഷിബിൻ, C രവി, VV കൃഷ്ണൻ, AG ബഷീർ, ഡോക്ടർ K സുധാകരൻ, PV ദിനേശൻ, VM ശ്രീധരൻ, MP ബിജീഷ്, KVP സാബിർ, KV ഗംഗാധരൻ, അബ്ദുൽ ഗഫാർ, AG നൂറുൽ അമീൻ, EV ദിനേശൻ, MSC കുഞ്ഞബ്ദുള്ള എന്നിവർ സംസാരിച്ചു. സാഹചര്യത്തിലാണ് നമ്മൾ സമരത്തിന്റെ രണ്ടാം ഘട്ട നിലയിൽ തൃക്കരിപ്പൂരിലെ മുഴുവൻ വ്യാപാരികളെയും അതുപോലെ തന്നെ നാട്ടുകാരെയും മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങൾ മുഴുവൻ ആളുകൾ സംഘടിപ്പിച്ചുകൊണ്ട് അതിശക്തമായ ഒരു സമര തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സമര പരമ്പര തീരുമാനിച്ചിരിക്കുകയാണ്. പറയുന്നത് നിങ്ങൾക്ക് സങ്കടമായി ഒരുപക്ഷെ തോന്നിയേക്കാം. പക്ഷെ എങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു സംഘാടക സമിതി വിളിച്ചു കൂട്ടിയത് ഒരുപക്ഷെ ആ നിലവിലുള്ള സംഘാടക സമിതി അവിടെ നിലനിൽക്കുന്നു. അതിനൊരു പിന്തുണ കൊടുക്കാനാണെങ്കിൽ ഇതിനെ ഞാൻ പ്രതിദാനം ചെയ്യുന്ന സംഘടന 100% അംഗീകരിക്കും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു കൃത്യമായിട്ടുള്ള സർവകക്ഷി സംവിധാനം നിലനിൽക്കുമ്പോൾ അതിനേക്കാൾ അപ്പുറത്ത് മറ്റൊരു സംവിധാനം വന്ന് ഇവിടെ ഒരു പാലം നിർമ്മിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് വലിയ പ്രത്യാശയൊന്നുമില്ല. കർമ്മസമിതിയുടെ ഭാരവാഹികളായി പഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ളയെ ചെയർപേഴ്സണായും, CH അബ്ദുൾ റഹീമിനെ വർക്കിംഗ് ചെയർമാനായും, TV ചന്ദ്രദാസിനെ ജനറൽ കൺവീനറായും, AG നൂറുൽ അമീനെ വർക്കിംഗ് കൺവീനറായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.